ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നനച്ചുകൂടി തുടങ്ങല്ലേ. റമദാനിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നനച്ചുകൂളി ഏകദേശം ഹോള് കഴിഞ്ഞ് ഇന്ന് കിച്ചണാണ് ഞാൻ തുടങ്ങുന്നത്. ഒരു ചെറിയ അടുക്കള കേട്ടോ, കണ്ടാൽ ചെറിയ അടുക്കളയാണെന്നുണ്ടെങ്കിലും പണി തുടങ്ങി വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ഇതിലുണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു ഭയങ്കര വലിയ പണി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഷെൽഫ് ക്ലീൻ ചെയ്യാനാണ് നിന്നത്. അതായത് നമ്മളെ പൊടികളുടെ ഒക്കെ പാത്രങ്ങളില്ലേ, അതൊക്കെ മനസ്സിൽ ആ പാത്രങ്ങളൊക്കെ മാറ്റി പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെയുള്ള ചിന്ത ഉണ്ട്. പക്ഷേ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതുപോലെ അതിൽ തന്നെ ആക്കിയൊക്കെ സെറ്റാക്കി വെക്കുന്നതാവും ബെറ്റർ എന്ന് വിചാരിക്കണം. പിന്നെ ഒരുപാട് പാത്രങ്ങൾ നമ്മൾ മേടിച്ചതുണ്ട്, കഴിഞ്ഞ വർഷം മേടിച്ചതുണ്ട്. പിന്നെ ഒരുപാട് പാത്രങ്ങൾ മറ്റേ ഹോർലിക്സ് കുപ്പി, ബൂസ്റ്റ് കുപ്പി, പിന്നെ നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങണ മുട്ടായിയുടെ ഒക്കെ പാത്രങ്ങൾ, അതായത് ടിന്നുകൾ, അതൊക്കെയാണ് ഒരുവിധം നമ്മളെ ഈ അടുക്കളയിലുള്ളത് കേട്ടോ, ഓരോ സാധനങ്ങൾ. പക്ഷെ ആ ഷെൽഫ് നിറയെ പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, കുറേ പാത്രങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ അത് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ചെതലൊക്കെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ചെതലൊക്കെ തട്ടിക്കൊട്ടിയതിൻ്റെ ശേഷം ഞാൻ അതൊന്ന് അടിച്ച് വൃത്തിയാക്കാൻ നിന്ന്. അടിച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം പിന്നെ ഒരു തുണിയൊക്കെ എടുത്തിട്ട് 2-3 വട്ടം തുടക്കുകയാണ് ചെയ്തത് കേട്ടോ. സംഭവം പലക പൊട്ടിച്ചാടാറായിക്കണം. അപ്പോൾ ഞാനതൊന്ന് സെറ്റാക്കാൻ നോക്കി. പക്ഷേ പറ്റണ പണി അതല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ തന്നെ വെച്ചിട്ട് തുടക്കാൻ നിന്നു. അതേ നടക്കൂ. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസിൽ രാവിലെ തന്നെ ചോറ് പരിപാടികളും കറി പരിപാടികളും ഒക്കെ കഴിച്ചിരുന്നു. പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടായിരുന്നു, ബീട്രൂട്ടും ക്യാരറ്റും കൂടി. അപ്പോൾ അത് ഞാൻ ഗ്യാസും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിങ്ങാണ്ട് ഇളക്കി കൊടുത്തിട്ടാണ് പിന്നെ അടുത്ത പരിപാടിക്ക് നിന്നത്. ഒക്കെ കൂടി ഇറക്കി വെച്ചപ്പോൾ റബ്ബേ, ഞാനിതൊക്കെ വൃത്തിയാക്കണ്ടേ എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ ഈ കൊട്ടുന്നത് നമ്മളെ കോഴിക്കുള്ള ഗോതമ്പാണ്. അത് ഞാൻ കവറിലാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഒരു ഒഴിവാക്കിയ ഒരു പാത്രമുണ്ട്, അപ്പോൾ അതിലാക്കിങ്ങാണ്ട് അത് അടച്ചു വെക്കുകയാണ് ചെയ്തത്. ഞാൻ ആദ്യം തന്നെ എൻ്റെ നനച്ചുള്ളിപ്പണി തുടങ്ങിയ കാരണം എൻ്റെ അടുക്കള വരെ ആയി. ഒരുവിധം എല്ലാവരും ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ കാലത്ത് തുടങ്ങിയ കാരണം എനിക്ക് അധികം എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല. പതുക്കെ ഞാൻ ഓരോന്ന് ചെയ്യുക ചെയ്തത്. റൂമും ഹോളും പിന്നെ സിറ്റ് ഔട്ടും പുറമേയുള്ള ഭാഗങ്ങളും അങ്ങനെയൊക്കെ. ഞാനൊരാവേശത്തിന് ഇങ്ങനെ വീഡിയോ എടുത്തേക്കും. എനിക്ക് ഈ വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഗാലറി പോയി നോക്കിയാൽ കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഞാൻ ഇതിലിടാൻ വേണ്ടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യും. പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യൂല. അപ്ലോഡ് ചെയ്തുണ്ടാക്കാൻ ഭയങ്കര പണിയാണ്. എഡിറ്റും കാര്യങ്ങളും ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ ഒഴിവാക്കിയിട്ടും അങ്ങനെയൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. കാണുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും മിക്കവാറും ആ വീഡിയോ അതായത് ഒരു 10-30 മിനിറ്റിനുള്ള വീഡിയോസ് ഉണ്ടാവും. അത് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഷോർട്ടാക്കിയിട്ടാണ് ഈ ഒരു 6 മിനിറ്റിൽ 5 മിനിറ്റിലൊക്കെ എത്തിക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടിലെ ഓരോരോ കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ചെയ്യണമുണ്ട്. അതുപോലെ പിന്നെ ഓരോരോ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കുക കേട്ടോ. ചില പാത്രങ്ങൾ ഞാൻ മുകൾ ഭാഗം മാത്രം ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്തത്. ചില പാത്രങ്ങൾ ഞാൻ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് കലക്കി കുതിർത്തിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്തത്. നല്ല ഈ അടുപ്പ് സാധാരണ അടുപ്പായത് കാരണം നമ്മൾ എത്ര കഴുകിയാലും ഈ അടുപ്പിലെ പുക വന്നിട്ട് അത് വീണ്ടും നമ്മളെ ഡപ്പകളൊക്കെ കേടുവരും. അതായത് കളറ് മങ്ങും, കരി പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആവട്ടോ. എന്നാലും കുറച്ച് ദിവസത്തിന് അത് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുപ്പിൽ ഇങ്ങനെ വെച്ചുണ്ടാക്കണ കാരണം അത് വീണ്ടും പഴയ പോലെ തന്നെ ആവും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ പാടോ റിസ്ക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെയാണ് പാത്രങ്ങൾക്കൊക്കെ ഭയങ്കര കളർ വ്യത്യാസം തോന്നുന്നത്. കഴുകി വൃത്തിയാക്കിയപ്പോൾ നല്ലൊരു ഭംഗി, അതായത് ഒരു
നമ്മളെ എവിടെ എല്ലായിടും നമ്മൾ വൃത്തിയാക്കുമ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് വൈബാണല്ലോ, ഒരു സംതൃപ്തി എന്നൊക്കെ പറയാം. അതുപോലെ പിന്നെ അതുപോലെ എന്താ കിച്ചണിലാണ് കേട്ടോ ഒരുപാട് പണി. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നൊരു വീഡിയോ ഉണ്ട്, അതായത് ഒരു പത്തായുണ്ട്, കാരണം പണ്ടത്തെ മഞ്ച എന്നൊക്കെ പറയും, അതുണ്ട്. അത് ക്ലീനാക്കാൻ, അതാ കിച്ചണിലെ സൈഡിൽ കിടക്കുന്ന സാധനം, അത് ക്ലീനാക്കുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ട്. അല്ലോ അതൊന്ന് കാണുന്നെ വേണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്നങ്ങാണ്ട് എന്തൊക്കെയോ പറഞ്ഞ് പോകണമൊക്കെ ഉണ്ട്. അങ്ങനെ പാത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കഴുകാൻ നിന്നത് കേട്ടോ. കഴുകിയൊക്കെ ഒരുപാട് കഴുകിയതിൻ്റെ ശേഷം ഞാൻ അതേപോലെ തന്നെ ഒന്ന് തുടച്ചെടുത്ത്, ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ട് ചില സാധനങ്ങളൊക്കെ അതിലാക്കി വെക്കുക ചെയ്തിട്ട്, അത് കാപ്പിപ്പൊടി, അത് ഞാൻ വേഗം അത് മൂടി വെച്ച് സ്മെല്ല് അതിൻ്റെ പോകുമല്ലോ വിചാരിച്ചിങ്ങാണ്ട് മൂടി വയ്ക്കുക ചെയ്തത്. അങ്ങനെ നമ്മളെ ടിന്നുകളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ടിന്നുകൾ മാത്രം, സാധനങ്ങളുള്ളത് മാത്രം ഞാൻ ആ പലകയിലുമ വെച്ച്, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം, ബാക്കി ആവശ്യമില്ലാത്ത കുറേ പാത്രങ്ങൾ, അതായത് കുറേ ടിന്നുകൾ ഞാൻ ഒഴിവാക്കിയിട്ടാണ്. എന്തിനാ കുറേ ടിന്നൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിരുന്നു വിചാരിച്ചിട്ട് കുറേ ടിന്നുകൾ ഒഴിവാക്കി. കുറേ ടിന്നുകൾ അതായത് കേട് വന്ന ടിന്നൊക്കെ മാറ്റിയിട്ട് വേറെ പുതിയ ടിന്നൊക്കെ മാറ്റിയിട്ട്, ഇത് പെരുംജീരകമാണ്, അതിൻ്റെ മൂട്ടിലൊരു ഓട്ടമായത് കാരണം ഞാൻ ആ ടിന്ന് മാറ്റിയിട്ട് വേറൊരു ടിന്നൊക്കെ ആക്കി. അപ്പോൾ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.